ഹായ് ഫ്രണ്ട്സ്, ഒരു അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസിൻ്റെ ദിവസത്തെ വിശേഷങ്ങളും അന്നത്തെ തിരക്ക് പിടിച്ചിട്ടുള്ള കുറേ ഓർഡറുകളെല്ലാം ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി നേടിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിതാ കുറേ നാളായി ആഗ്രഹിക്കുമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു ഓവൺ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഓവൺ സെയിൽ ചെയ്തത് തന്നെ ഈ ഒരു ഓവൺ വാങ്ങിക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇത് ഗ്യാസ് ഓവണാണ് കേട്ടോ. ഗ്യാസിനാണ് നമ്മൾ വർക്കിംഗ് വരുന്നത്, കറണ്ടും ഗ്യാസും കൂടി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണാം. എന്നാലും എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ക്രിസ്മസിന് ഒരു മാസം മുന്നേ ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ക്രിസ്മസിൻ്റെ കുറച്ച് മുന്നായിട്ട് തന്നെ നമുക്കിത് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ എന്തും കൂടുതൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഇതിന് ഞാൻ ക്യാഷ് കൂട്ടി വെക്കും, അത് എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് ചിലവായി പോകും, അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം നമുക്ക് ഇതിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് സ്റ്റോറിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതാ ഇപ്പോൾ നമ്മളിപ്പോൾ വർക്കെല്ലാം ഓരോ തിരക്കുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ തന്നെ ഞാൻ കേക്കിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വന്ന ഓർഡറുകൾ ഓരോന്നായിട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് ക്രം കോട്ടിങ് ചെയ്ത് വെക്കണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് ക്രീമെല്ലാം കുറച്ച് ക്രീം പുറത്തെടുത്ത് വെക്കുകയാണ് കേട്ടോ. അതൊന്ന് ലൂസ് ആയിക്കോട്ടെ, എന്നിട്ട് ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാം. ക്രം കോട്ടിങ് ഒക്കെ ചെയ്ത് വെക്കാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് ക്രീം താഴെ വെച്ചിട്ട് ഒന്ന് കട്ടായതൊക്കെ എല്ലാം ഒന്ന് ലൂസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ പ്ലാനിങ് എല്ലാം ഇവിടെ മാറിപ്പോവുകയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങളെല്ലാം നടക്കുക അല്ലേ. അപ്പോൾ ഇതാ ബേക്കിങ്ങും ഇതിനിടയ്ക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ 100 എഗ്ഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും താഴെയുള്ള എഗ്ഗ് ഏതൊക്കെയോ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ബോക്സിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടിയതിനെ ഒഴിവാക്കിയ ശേഷം ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ കേക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഏതൊരു വർക്ക്, ഇപ്പോൾ ഇതുപോലെ വലിയ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ തിരക്കുള്ള സമയങ്ങളാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നമ്മൾ മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, കുറച്ച് നേരത്തെ എണീറ്റിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഇതിനിടയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമിന് ചെയ്യാം. പക്ഷേ ബേക്കിംഗ് എപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെ ചെയ്യണം കേട്ടോ, കറണ്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഒരേ സമയത്ത് ചെയ്തെടുക്കണമെന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് സെറ്റാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓവണ് സെപ്പറേറ്റ് ഒരു റൂമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, കിച്ചണിലല്ല കേട്ടോ. കിച്ചണിൽ ഇതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് ബേക്ക് ചെയ്ത് നോക്കി എങ്ങനെ ബേക്കിംഗ് ഒക്കെ കറക്റ്റ് ആവുന്നുണ്ടോയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേക്ക് ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് സാധാ ഓവണിനേക്കാളും ടൈം ഒരുപാട് ലാഭമാണ്, പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 കേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമുക്ക് ഒരു 2 kg കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പണിയെല്ലാം കഴിച്ചിട്ട് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്ത കേക്ക് ഈ ഒരു കേക്കാണ്. അപ്പോൾ 2 kgയിലുള്ള വാനില കേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ ഡെക്കറേഷനാണ്. അപ്പോൾ ഇത് പാക്ക് ചെയ്തപ്പോൾ ഡെലിവറി പോവുകയാണ്. പിന്നെ രാത്രിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. അന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓർഡറുകളുടെ സ്പഞ്ചുകളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് സ്പഞ്ച് ചെയ്യാണ്ട് കേട്ടോ, അത് പിറ്റേ ദിവസം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കിപ്പോൾ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച അങ്ങനെ 3 ദിവസങ്ങളിലായിരുന്നു തിരക്കുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ സ്പഞ്ചുകളാക്കിയിട്ട് ഓർഡർ കൺഫേം ആയതിൻ്റെ എല്ലാം സ്പഞ്ച് എഴുതി വെക്കും ഏതൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് സ്പഞ്ച് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് ആ ഒരു ഓവൺ എത്രമാത്രം നമുക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത് മനസ്സിലാവണം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഓവണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ ഓവണായിരുന്നു. 60 ലിറ്ററിൻ്റെ കൊടുത്തിട്ട് സാധാരണ ചെറിയൊരു ഓവണായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. 46 ലിറ്ററിൻ്റെ എങ്ങാനും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും സ്പഞ്ചുകളൊന്നും ഒന്നിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചതിൽ ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് എത്ര നന്നായി വാങ്ങിച്ചത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ സ്പഞ്ചുകളെല്ലാം ഇപ്പോൾ തലേ ദിവസം ഇതിപ്പോൾ ക്രം കോട്ടിങ്ങും കാര്യമൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഇതുപോലെ ലെയറാക്കി വെച്ചിട്ടും എന്താ പറയുക, ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചിട്ടൊക്കെ കവർ ചെയ്തിട്ട് ക്ലോത്ത് വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടൈമിൽ നമുക്ക് ഉറങ്ങാൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വീണ്ടും രാവിലെ നേരത്തെ എണീറ്റിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, ക്രം കോട്ടിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ക്രം കോട്ടിങ് എല്ലാം കഴിയണം, എന്നാലേ അടുത്ത പ്ലാനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് നല്ല ടയേർഡായിരുന്നു കേട്ടോ. 2-3 ദിവസമൊക്കെ ഉറക്കമൊഴിച്ച കാരണം. അപ്പോൾ വർക്ക് കൂടുതലായതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കാൻ കഴിയില്ല. അത് നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാനെ ഹെൽപ്പിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളെ കാര്യം നോക്കാനും കുക്കിങ്ങിനൊക്കെ ആയിട്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കുറേ ദിവസം അങ്ങനെ എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
പിന്നെ നമുക്കൊരു കോളേജിൽ പോയിട്ട് കേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ സ്പഞ്ചുകൾ വേറെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഒരു വെഡ്ഡിങ് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സ്പഞ്ചുകൾ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഓർഡർ ഉള്ളതിൻ്റെതെല്ലാം നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് വെക്കണമുണ്ട്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഒരു 3 kgയിലുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇതിന് ക്രിസ്മസ് തീമിലാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. 12 ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 12 ഇഞ്ചിൽ ചെയ്യുന്ന സമയത്ത് 2 ലെയറായിട്ടും എടുക്കാം, 3 ലെയറായിട്ടും എടുക്കാം. 2 ലെയറായിട്ട് കസ്റ്റമർ പറയുകയാണ് കൂടുതൽ ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലെയറിൽ തന്നെ കേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 4 kg സൈസ് ആക്കിയിട്ട് 3 kgനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയങ്ങളിലൊക്കെ കഴിയുന്നതും ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കുകളായിരിക്കും വരിക. 1 kgനെ 2 kg സൈസ്, 2 kgനെ 3 kg സൈസ് അങ്ങനെയൊക്കെ ആക്കിയിട്ടായിരിക്കും കൂടുതൽ വർക്കുകളും വരാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ 2 ലെയറായിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ജോലി കേക്കിന് ഒന്നുകൂടി ടൈം ലാഭമാണ് കേട്ടോ. കൂടുതൽ ടൈം വേണ്ട, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഞാനിതൊരു സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ എല്ലാം റീൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ട് തിരക്കുകളൊക്കെ കാരണം. അപ്പോൾ നോസിൽ മറ്റേ ലീഫ് നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്, സിമ്പിളായിട്ടുള്ള. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഒരു ഫ്ലവർ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ട് ഓരോ ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ സ്ക്രാപ്പർ വെച്ചിട്ടാണ് കോം ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുള്ളത്, സൈഡിലും സെൻട്രലായിട്ടും. പിന്നെ റെഡ് കളറിൽ തന്നെ ക്രിസ്മസിൻ്റെ വിഷസ് കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ താഴെ ഭാഗത്തായിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ട് കുറച്ച് ഡോട്ട്സ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ഗോൾഡൻ ലീവ്സ് അടിയിലിങ്ങനെ ടോപ്പിലൊക്കെ ആയിട്ട് കാണുന്ന രീതിയിലായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് തീം കേക്ക്. ഈ ഒരു വർഷത്തെ ഫസ്റ്റത്തെ തീം കേക്കാണ് കേട്ടോ അത്. അപ്പം ഇതിപ്പോൾ ഈ ഒരു മോഡൽ ചെയ്തു, ഇനി അടുത്തത് വേറെ മോഡൽ, അങ്ങനെ ഓരോന്നും ഓരോ മോഡലായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ ടൈമിങ്ങും പ്ലാനിങ്ങും ഒക്കെ മാറിപ്പോവും ചില സമയങ്ങളിലൊക്കെ ആയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം 1 kgയിലുള്ള കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് 9 ഇഞ്ചിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ കേക്കായിട്ട് തന്നെ ഇതും വന്നിട്ടുള്ള കേട്ടോ 9 ഇഞ്ചിൽ. അപ്പോൾ ഇതിനും 2 ലെയർ തന്നെ കൊടുത്തിട്ടുള്ളൂ. മുകളിലായിട്ട് ഒരു റഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനും ഷെൽ നോസിലും കൂടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ മിക്സ്ഡ് കളറിലുള്ള ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മെറി ക്രിസ്മസും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഷോർട്സും റീൽസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകിട്ട് കൊടുക്കാനായിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു 2 ടയർ കേക്കാണിത്. ഇത് 1.5 കിലോയിൽ വന്നിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. കാത്തു തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7 ഇഞ്ചിലാണ് ഈ ഒരു കേക്കിനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലെമൺ യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് ഷാർപ്പ് എഡ്ജാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ റഫായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ എഡ്ജ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഫോട്ടോ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അത് ഡെലിവറി ചെയ്തു. പിന്നെ അത് രാത്രി ഒരു ഏകദേശം ഒരു 3 മണി ആ ഒരു സമയത്താട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. നേരം വെളുത്തിട്ട് എന്ന് പറയാം, ആ രീതിയിലാണ് കേട്ടോ. അന്നത്തെ ദിവസം ഒന്നും ഉറങ്ങിയിട്ടില്ല, ഉറക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ ഉറങ്ങണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, കാരണം വർക്ക് കംപ്ലീറ്റ് ആവണം. പിറ്റേ ദിവസം ഫ്രൈഡേ കൊടുക്കാനുള്ള കേക്കുകളാണിത്. ഫ്രൈഡേ മോർണിംഗിലാണ് കേട്ടോ, ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കേക്ക് AC-യിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ പിന്നെ സ്പേസ് ഉണ്ടായിരുന്നു, എന്നാലും കുറേ കേക്ക് അങ്ങോട്ട് എന്താ പറയുക AC-യിൽ ഓപ്പൺ ആയിട്ട് തന്നെ റൂമിൽ AC ഓൺ ചെയ്തിട്ട് വെച്ചാൽ മതി. ഉറുമ്പ് വരുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണതിനേക്കാളും നമുക്കൊരു സമാധാനമാണ് AC-യിൽ ഇരിക്കുന്ന സമയത്ത്. കൂളിങ്ങിനൊന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ. ഡെലിവറി സമയത്ത് പിന്നെ എടുത്തിട്ട് പാക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാ കേക്കുകളും ഏകദേശം ഒരേ ഡെക്കറേഷൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് വ്യത്യാസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ കേക്കും ഓരോ സ്കൂളിലേക്കുള്ളതാണ്. സ്കൂളിൽ 3-4 ക്ലാസ്സുകളിലേക്കുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ 5-6 കേക്കുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോന്നിനും നമ്മൾ ഒന്നിച്ച് ഡെലിവറി ചെയ്യുമ്പോൾ ഇത് ഏത് കേക്കാണെന്നുള്ളത് മനസ്സിലാവണമല്ലോ. അപ്പോൾ സെപ്പറേറ്റ് മനസ്സിലാവാനും ഓരോ ക്ലാസ്സുകളുടെ പേരും അതുപോലെ ഓരോ സ്കൂളിൻ്റെ പേരും എഴുതി ബോക്സിൽ മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഡെലിവറി ചെയ്യാൻ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. ഇതെല്ലാം രാവിലെയാണ് കേട്ടോ ചെയ്യണത്. ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാനിത് ചെയ്യണത്. കാരണം
നമുക്ക് അന്നത്തെ ദിവസം 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. കോളേജിൽ പോയിട്ട് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇതെല്ലാം സെറ്റാക്കിയിട്ട് തന്നെ ഇങ്ങനെ തന്നെ ബോക്സിലാക്കിയിട്ട് വീണ്ടും AC തന്നെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കൊരു കോമ്പറ്റീഷന്, ഒരു കോളേജിൽ വെച്ചിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു കേക്ക് കൂടി നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ കോമ്പറ്റീഷന് വെക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കേക്കിൻ്റെ ഫോട്ടോസ് എടുക്കലും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു ഏകദേശം 8 മണി എന്ന് പറഞ്ഞത് 9 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. 9 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജിൽ. പക്ഷേ ലേറ്റായി പോയിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അറിയാലോ നമുക്ക് വർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഓടിപ്പാഞ്ഞ് നടക്കേണ്ടി വരും എന്നുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോവുകയാണ്. ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല തലവേദനയൊക്കെയാണ് കേട്ടോ പോണത്. പിന്നെ കോളേജിൽ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേങ്ങര കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വേങ്ങര മലബാർ കോളേജിൽ വെച്ചിട്ടാണ് കേട്ടോ. അവനപ്പോൾ കോളേജിലായതുകൊണ്ട് തന്നെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയായിട്ട് ആകെ ജഗപൊകൊക്കെ ആവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും എല്ലാം പ്ലാനിങ് ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് നല്ല സപ്പോർട്ടായിട്ടായിരുന്നു കേട്ടോ അവരെല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടെൻഷനിലാണ് പോണത്. കോളേജിൽ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു, കാരണം അറിയാലോ കോളേജിലേക്കൊക്കെ നമ്മൾ പോണ സമയത്ത് കേക്കിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് കേട്ടോ പോണത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് കേക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പം 3 പേരും കൂടിയായിട്ട് ഓരോന്നായിട്ട് ചെയ്യാട്ടോ. സ്പഞ്ചുകൾ എല്ലാം ഉണ്ടാക്കിയിട്ട് ക്ലീൻ റാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കട്ട് ചെയ്യലും ലെയറിങ് ചെയ്യുക. 2 ലെയർ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് എന്താ പറയുക, ഭയങ്കര ഭാഗത്തുള്ള തന്നെ അല്ല കോട്ടക്കലുള്ള ഭാഗത്തുള്ള ഒരു കുട്ടിയാട്ടോ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ബീറ്റർ, 2 പേരും ബീറ്ററും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. ഒന്നും മറക്കാതെ എല്ലാം പാക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവളിങ്ങനെ വിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു കേട്ടോ, അത് മറക്കരുതേ ഇത് മറക്കരുതേ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തിരക്കിനിടക്കാണെങ്കിലും അവൾ വിളിച്ചതുകൊണ്ട് ഒന്നും മറക്കാതെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്കാകുമ്പോൾ നമ്മൾ മറക്കുമോ എന്നുള്ളതൊക്കെ. എന്നാലും എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുപോയി ക്രഷ് ഒഴിച്ചിട്ട് സെൻട്രലായിട്ട് ക്രഷ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രോബെറിൻ്റെ ക്രഷ് യൂസ് ചെയ്തിട്ടാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ടോട്ടലായിട്ട് കേക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 4.5 മീറ്ററാണ് കേട്ടോ. 4.5 മീറ്ററിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസ് ഓരോന്നും 3 കിലോ കേക്കിൻ്റെ ബേസ് വെച്ചിട്ടാണ്, അതായത് സ്പഞ്ച് ഓരോ സ്പഞ്ചും കൊടുത്തിട്ടുള്ള 3 കിലോൻ്റെ സൈസിലാണ്. അപ്പോൾ ഒരടി വീതിയിലും പിന്നെ 4.5 മീറ്റർ നീളത്തിലുമാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 35 കിലോ വെയിറ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇപ്പോൾ കേക്കെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രീം മെൽട്ടായി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കൂടി നിന്നാലൊക്കെയാണല്ലോ ആ ഒരു ചൂടിലൊക്കെ ക്രീം ലൂസായി പോകും, അങ്ങനെയൊക്കെയാണല്ലോ. ഇതിപ്പോൾ ആരും അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും അത് സെറ്റായി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഇതെന്തായി എങ്ങനെ ആയി എന്നുള്ളത് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. എല്ലാ സ്റ്റുഡൻസും നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ സെറ്റ് ചെയ്തു. ആ സ്പോട്ടിൽ തന്നെ കട്ടിങ് ആയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാനുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവർക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ 1 മണിക്കൂർ ലേറ്റായിട്ടാണ് പോയതെങ്കിലും അവിടെ കറക്റ്റ് ടൈം 2 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കേക്ക് ഇത്രയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 4.5 മീറ്ററിലുള്ള ഈ ഒരു കേക്ക് 2 മണിക്കൂർ കൊണ്ട് കേട്ടോ. അപ്പം അത്രയും സ്പീഡിൽ നമ്മൾ ചെയ്തു കൊടുത്തു. മാക്സിമം നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫിനിഷിങ് ആക്കി കൊടുത്തിട്ടുണ്ട് 2 മണിക്കൂർ കൊണ്ട്. പിന്നെ അവർ ജുമയ്ക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിതാ അതെല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ വന്നു ഒന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം ആണ് പിറ്റേ ദിവസം നമുക്ക് രാവിലെ കൊടുക്കാണ്ടായിരുന്ന കേക്കുകളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ 2 ദിവസം ഉറക്കമൊഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ആ കേക്ക് സെറ്റ് ചെയ്ത് ഫ്രൈഡേ നൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കുറച്ച് തലകറക്കം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ എല്ലാം റെഡിയായി. അത് ഉറക്കമൊഴിച്ചതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നതായിരുന്നു. നല്ലൊന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഓക്കെ ആയിട്ടോ. പിന്നെ പിറ്റേ ദിവസം എന്നത്തെയും പോലെ തന്നെ നേരത്തെ എണീറ്റു. 5 മണിക്ക് എണീറ്റിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 5 kg ഉണ്ടായിരുന്ന കേക്കായിരുന്നു. പിന്നെ ഇത് 2 kg അങ്ങനെ ഓരോ കേക്കുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കേക്കും ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണത്. വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും
എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല. ആ സമയത്ത് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ ഒരുപാട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ അന്നത്തെ ദിവസം 2 ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 65 കിലോ കേക്ക് ഉണ്ടായിരുന്നു. ഈ 65 കിലോ കേക്കും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല, മാഷാഅല്ലാഹ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. കുറച്ച് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓവർ വർക്ക് ആയതുകൊണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര വലിയ വർക്കുകളാണെങ്കിലും നമ്മൾ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്തുക. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു ജോലിയും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. എല്ലാം നല്ല ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. Thank you.